ഹായ് ഫ്രണ്ട്സ്, IP മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഐഡന്റിറ്റി എന്ന മൂവിയുടെ റിവ്യൂമായിട്ടാണ് എത്തിയിട്ടുള്ളത്. 2025 ആദ്യത്തെ മലയാള റിലീസ്. എങ്ങനെ ഉണ്ടായിരുന്നു പടം? നമ്മള് ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ ഒരു രസമില്ലാഞ്ഞ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത്. ബട്ട് നമ്മൾ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒരു എൻഗേജ്മെന്റ് ഒക്കെ നമുക്ക് തന്നു, നല്ല എൻഗേജ്മെന്റ്. സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോൾ കുറച്ച് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ക്ലീശ സാധനങ്ങൾ അതിൽ കുത്തി കയറ്റിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഫുള്ളായിട്ട് കണ്ട പോലെ ഒരു ഫുൾ മൂവി കണ്ട പോലെ ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ പ്രഡിക്റ്റബിൾ ആയി കുറച്ച്, അതാണ് തോന്നിയത്. പക്ഷെ പിന്നെ നമുക്ക് ബോർ അടിച്ചിട്ടില്ല കേട്ടോ, അതങ്ങനെ പോയി. അത് നമുക്ക് കണ്ടിരിക്കാം. ലാസ്റ്റത്തെ ഒരു സീക്വൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഫൈറ്റ്. ശരിക്കും ഒരു ആക്ഷൻ മൂവി അല്ല, എന്നിരുന്നാലും ആ ആക്ഷൻ ആ സിനിമയുമായിട്ട് നല്ല വേണ്ട സാധനമായിരുന്നു. അത് നല്ല രീതിയിൽ കൊടുക്കും. ഞാൻ പ്രതീക്ഷിച്ച് ഫോറൻസിക്കിനെക്കാട്ടി മുകളിൽ നിൽക്കുന്നു, എന്നെക്കാട്ടി ഒരു 2-3 ഇരട്ടിയെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച്. പക്ഷെ അത്രയും കിട്ടില്ലെങ്കിലും ഫോറൻസിക്കിന്റെ അത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, റൈറ്റിംഗും മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്. അനസ് ഖാനും അഖിൽ പോളും ടൊവിനും കൂടി ചേരുമ്പോൾ നല്ലൊരു സിനിമ നമ്മൾ പ്രതീക്ഷിച്ച ഏകദേശം കിട്ടി. അതെ അതെ. എനിക്ക് ചെറിയൊരു സങ്കടം എന്ന് വേണം പറയാൻ. മീൻസ് തൃഷ എന്ന ഒരു നടിയെ വേണ്ട വിധം ഉപയോഗിച്ചോ എന്നുള്ള ചെറിയൊരു നല്ല റോളൊക്കെ ഉണ്ട്, ഷമീത്തിലൊക്കെ ഉണ്ട്. അത്രത്തോളം ഉണ്ടോന്ന് സംശയമുണ്ട്. പക്ഷെ ആ ക്യാരക്ടർ വിടാതെ പിടിച്ച് സിനിമയെ കൊണ്ടുപോയി. അതൊരു നല്ലൊരു ഇതാണ്. പക്ഷെ മലയാള ഡബിംഗ് ഒക്കെ നല്ലൊരു രസമുണ്ട്. ഡബിങ്ങിന് കുഴപ്പമൊന്നുമില്ല. അതേപോലെ വിനയ് റോയിന്റെ നല്ല ഡബിംഗ് ഒക്കെ നല്ല വോയിസ് നല്ല രക്ഷയില്ല, നമുക്ക് കേട്ടിരിക്കാം. ബോറടിക്കും. ഇതിന്റെ മേക്കിംഗ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. ടോവിനോന്റെ ആക്ടിങ് ആയാലും വളരെ മികച്ചു നിന്നിട്ടുണ്ട്. അതൊരു ഇതുവരെ ചെയ്യാത്ത ഒരു ഭയങ്കര സംഭവമാണ്. അങ്ങനെയൊന്നുമില്ല, പക്ഷെ അത് എന്നാലും ഉള്ള ആ ക്യാരക്ടറിനെ പിടിച്ചു നിർത്തി. ലൂസിഫറിലെ ടൊവിനോന്റെ മാതിരി ചെറിയൊരു ടച്ച് എനിക്ക് തോന്നി. ലുക്കും അതിന്റെ ഒരു ഹ്യൂമറൊക്കെ എനിക്ക് അതേമാതിരി തോന്നി. എന്നാലും നല്ലൊരു തിയേറ്റർ വാച്ച് മൂവി കേട്ടോ. ആക്ഷനൊക്കെ നല്ല ആക്ഷൻ കൊറിയോഗ്രാഫി ഒക്കെ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ട ആ ഫ്ലൈറ്റ് സംഭവം എന്താണെന്നുള്ള എന്തായിരിക്കും അത് നമുക്ക് കാണുമ്പോ ഒരു ഹോളിവുഡില് മിഷൻ ഇമ്പോസിബിൾ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആക്ഷൻ കൊറിയോഗ്രാഫി. പിന്നെ ഒരു കാർ ചേസിങ് സീൻ ഉണ്ട്. നമ്മള് ടെർബോന്റെ അതേ ഇതന്നെ പിടിച്ചിട്ടുള്ളത്. പക്ഷെ അത്രക്ക് ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ടെർബോന്റെ അത്ര എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷെ ഭംഗിയാണ് കണ്ടിരിക്കുന്നത്. അതെ, അതായത് ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി എഴുതിയിരിക്കുന്നത് യനിക് ബെന്നും ഫെനിക്സ് പ്രഭു ആണ്. ഈ ടെർബോയില് ചെയ്തിട്ടുള്ളത് ഇവര് തന്നെ ആയിരുന്നു. ഇതിന്റെ മ്യൂസിക് കിട്ടാ സൂപ്പറായിരുന്നു. ജെയ്ക്സ് ബിജോയിന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് കിടുവായിരുന്നു. ആ ഇന്റർവെല്ലിൽ സീനുള്ള ഒരു മ്യൂസിക് ഉണ്ടല്ലോ, പഞ്ചും ഭയങ്കര രസമുണ്ട്. നല്ലൊരു ഇന്റർവെൽ പഞ്ച് ഉണ്ട്. അത് പറഞ്ഞ ഇന്റർവെൽ വരെ പടം ഭയങ്കര എൻഗേജിങ് ആണ്. പിന്നെ ഇതിനോട് ശേഷം വരുന്നതും ഓക്കെ, പക്ഷെ നമുക്ക് കുറച്ചും കൂടി എന്തായി ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ്, ക്ലൈമാക്സിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ ക്ലൈമാക്സിൽ ഒരു 40 മിനിറ്റ്സ് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാലും ഒരു ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ ആണ്. എന്തായാലും ഈ മൂവി തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്നവര്, കാണാത്തവര് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാവുന്നതാണ്. ഈ സിനിമ കണ്ടവര് കമന്റ് ചെയ്യുക. ഈ കമന്റിലൂടെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയി കാണട്ടെ. അടുത്തൊരു മൂവിയുടെ റിവ്യൂ മാറ്റി എത്താം. നമസ്കാരം. താങ്ക് യു.